സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. കാലവർഷം കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ എത്തിയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കേരള ലക്ഷദ്വീപ് തീരത്ത് ഏർപ്പെടുത്തിയ മത്സ്യബന്ധന വിലക്ക് തുടരും. സുലേഖ ചേരുന്നു. സുലേഖ, ഏറ്റവും പുതിയ കാലാവസ്ഥാ അറിയിപ്പ് എന്താണ്? ഷമി, എന്തായാലും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമനുസരിച്ച്, മുന്നറിയിപ്പ് അനുസരിച്ച് സംസ്ഥാനത്തുടനീളം മഴ ശക്തമാകും എന്ന് തന്നെയാണ്. ഇതിനൊപ്പം കാലവർഷം സംസ്ഥാനത്ത് എത്തി എന്നുള്ള അറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. കണ്ണൂർ വരെയുള്ള ജില്ലകളിലാണ് ഇത്തരത്തിൽ കാലവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം പടിഞ്ഞാറൻ കാറ്റ് അതിൻ്റെ ശക്തി വർദ്ധിച്ചു എന്നുകൂടിയുള്ള കാര്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ സാഹചര്യങ്ങളും സംസ്ഥാനത്ത് മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. തെക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി, അതിനൊപ്പം തന്നെ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ശക്തി, ഇത് രണ്ടും സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മഴയ്ക്കുള്ള ഒരു സ്വാധീനമായി പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന 7 ദിവസം കനത്ത ഇടിമിന്നലിനോടും ഒപ്പം ശക്തമായ കാറ്റിനോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലവർഷം അത് സംസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. കണ്ണൂർ വരെയുള്ള ജില്ലകളിലാണ് ഇത്തരത്തിൽ കാലവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ മഴ സംസ്ഥാനത്തുടനീളം തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് 11 ജില്ലകളിലും യെല്ലോ അലേർട്ട് കൂടി തുടരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ ശക്തമായ മഴ തുടരുമെന്നുള്ളത് തന്നെയാണ്. മഴയ്ക്കൊപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം ശക്തമായ കാറ്റുണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് ആവശ്യമായ തീരദേശവാസികൾക്ക് ആവശ്യമായ മുന്നറിയിപ്പും ഒപ്പം ജാഗ്രതാ നിർദ്ദേശവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം കാലാവസ്ഥാ വകുപ്പും നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേ സാഹചര്യത്തിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിലക്ക് കേരള തീരത്തും ഒപ്പം ലക്ഷദ്വീപ് തീരത്തും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിലക്ക് തുടരുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ എന്തായാലും കാലവർഷം എത്തുന്നതോടുകൂടി ഈ സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമില്ലാത്തൊരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇടിയും മിന്നലും ഉണ്ടാകാനുള്ള സാധ്യതയും മൺസൂണിന്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളതാണ് സുലേഖ റിപ്പോർട്ട് ചെയ്യുന്നത്.